ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുഖവും ശരീരവും ഒരേപോലെ നിറം വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു ജ്യൂസിൻ്റെ വീഡിയോ ആണ്. അതായത് ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ചിട്ട് അറിയാം. ശരിക്കും ഒരുപാട് ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ പോഷക ഗുണങ്ങളാൽ സമ്പന്നമായ ഒരു പച്ചക്കറിയാണ് നമ്മൾ ബീട്രൂട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും സവിശേഷതകളും ഈ ഒരു പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ശീലമാക്കിയാൽ ഒട്ടുമിക്ക ആളുകളും ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ ആയ ഒരു പച്ചക്കറിയാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു പുതിയ പച്ചക്കറിയൊന്നും അല്ലെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു പച്ചക്കറിക്ക് സൂപ്പർ ഫുഡ് എന്ന തരത്തിലേക്കുള്ള ഒരു പദവി തന്നെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് മൂലം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് അവ ഏതെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒന്നാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുക എന്നുള്ളത്. രക്തക്കുറവുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഉപകാരപ്രദമാണ്. ദിവസവും 8 ഔൺസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നവരുടെ, അതായത് സിസ്റ്റോളിക് അല്ലെങ്കിൽ ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റുകൾ രക്തത്തിലെത്തുമ്പോൾ നൈട്രിക് ആസിഡായി മാറുകയും അവ രക്തക്കുഴലുകളെ വിശാലമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് സാധ്യമാക്കുന്നത് കേട്ടോ എന്നാണ് നമ്മുടെ ആരോഗ്യശാസ്ത്രം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രക്തക്കുറവുള്ളവർക്ക് മെയിനായിട്ട് കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ജ്യൂസ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഡോക്ടേഴ്സ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യായാമശേഷി മെച്ചപ്പെടുത്തും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് പ്ലാസ്മ നൈട്രേറ്റ് അളവ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഇതുവഴി ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായി ദിവസവും 2 കപ്പ് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ച ശേഷം പരിശീലനം നേടിയ സെക്സിസ്റ്റുകൾ 10 കിലോമീറ്ററുകൾ താണ്ടുവാൻ തങ്ങൾ സാധാരണ എടുക്കുന്ന സമയത്തേക്കാൾ ഏകദേശം 12 സെക്കൻഡുകൾ കുറച്ചാണ് എടുത്തത് എന്നും അതുപോലെ തന്നെ അവരുടെ ഓക്സിജൻ എടുക്കുന്ന പരമാവധി അളവ് കുറയ്ക്കുകയും ചെയ്തു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതായത് ഹൃദ്രോഗമുള്ളവരുടെ പേശീബലം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. മറ്റൊരു പഠനത്തിൻ്റെ ഫലങ്ങളിൽ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകളുടെ കൂടുതൽ ഗുണങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഈ പഠനം കാണിക്കുന്നത് പ്രകാരം ഹൃദയസ്തംഭനം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ച് 2 മണിക്കൂറിന് ശേഷം അവരുടെ പേശികളുടെ ബലം 13% അനുഭവപ്പെട്ടെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കായിരിക്കും അറിയാത്തായിരിക്കും, മറവി രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറക്കുന്ന ഒരു ജ്യൂസാണ് ഈ ബീട്രൂട്ട് ജ്യൂസ്. അതും ഇതിലടങ്ങിയിട്ടിരിക്കുന്ന നൈട്രേറ്റുകളുടെ ഇതാണ്. നൈട്രേറ്റുകൾ വയസ്സായ ആളുകൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞിരിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസിൽ ഉൾപ്പെടുന്ന ഉയർന്ന അളവിലുള്ള നൈട്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുടെ തലച്ചോറിൻ്റെ MRI വ്യക്തമാക്കുന്നത് തലച്ചോറിൻ്റെ മുൻവശത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ തലച്ചോറിൻ്റെ മുൻഭാഗമാണ് വൈജ്ഞാനിക ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് പഠനങ്ങൾ ഇതിനാവശ്യമായിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും നൈട്രേറ്റ് കൂടിയ അളവിലുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി മറവി രോഗത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആരോഗ്യപരമായ ശരീരം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് ജ്യൂസ് കലോറികളുടെ അളവ് വളരെ കുറവാണ്. മാത്രമല്ല ഇതിൽ കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ല. അതിനാൽ നിങ്ങൾക്ക് രാവിലെ കുടിക്കുവാനുള്ള പോഷക സമ്പുഷ്ടവും സമ്പുഷ്ടവുമായ ഏറ്റവും നല്ല ഒരു പാനീയമാണ് ബീട്രൂട്ട് ജ്യൂസ്. അതുപോലെ തന്നെ ക്യാൻസറിനെ തടഞ്ഞേക്കാന്ന് പറയുന്നുണ്ട്. ബീട്രൂട്ട്സിൻ്റെ നിറം ലഭിക്കുന്നത് ബീറ്റാ ലൈനുകളിൽ നിന്നാണ്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ബീറ്റാ ലൈനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 2014 നടന്ന ഒരു പഠനം വ്യക്തമാക്കുന്നത് പ്രകാരം ബീറ്റാ ലൈനുകൾക്ക് ചില ക്യാൻസർ കോശങ്ങളെ തടയുന്നതിനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ബീറ്റാ ലൈനുകൾ ശരീരത്തിലെ അസ്ഥിരമായ കോശങ്ങളെ കണ്ടുപിടിച്ച് നശിപ്പിക്കുവാനും ഏറെ സഹായിക്കുന്നുണ്ട്. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉറവിടമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. നാഡികളുടെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മിനറൽ ഇലക്ട്രോലൈറ്റുകളാണ് പൊട്ടാസ്യം. അപ്പോൾ ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് താഴ്ന്നാൽ നമുക്ക് തളർച്ചയും അതേപോലെ ഈ ഛർദി, ക്ഷീണം, പേശിവേദന അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെയേറെ താഴ്ന്നത് ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അസാധാരണമായ ഹൃദയതാളത്തിന് വരെ ഇത് വഴിവെക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ബീട്രൂട്ട് പൊട്ടാസ്യം ഏറെ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത്
ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൃത്യമായി സൂക്ഷിക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ധാതുക്കളുടെ സമ്പുഷ്ട ആവശ്യമായ ധാതുക്കളില്ലാതെ നിങ്ങളുടെ ശരീരത്തിന് സുഖമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ചില ധാതുക്കൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് ചില ധാതുക്കൾ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലം വർദ്ധിക്കുവാൻ സഹായിക്കുന്നുണ്ട്. പൊട്ടാസ്യം കൂടാതെ ബീട്രൂട്ട് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ളവ ഇവയൊക്കെയാണ്. ഏതെല്ലാമെന്ന് വെച്ചാൽ കാൽസ്യം, അയൺ, മാഗ്നീഷ്യം, മാഗ്നൈസ്, ഫോസ്ഫറസ്, സോഡിയം, സിങ്ക്, കോപ്പർ, സെലിൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ സിയുടെ ഏറ്റവും നല്ല ഉറവിടമാണ് ബീട്രൂട്ട് ജ്യൂസ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളെ അകറ്റുവാനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് വിറ്റാമിൻ സി. കൂടാതെ കൊളാജൻ ഉൽപ്പാദിപ്പിക്കുവാനും മുറിവുകൾ ഉണക്കുവാനും ഇരുമ്പ് സത്ത് വലിച്ചെടുക്കാനെല്ലാം ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെയും സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി പറയുന്ന കാര്യങ്ങൾ മൂലം നിങ്ങളുടെ കരൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ സിസിസ് എന്നറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ നമ്മളെ നയിച്ചേക്കും. മോശപ്പെട്ട ആഹാരക്രമം, പരിധിയിൽ കൂടുതൽ മദ്യം കഴിക്കുന്നത്, പിന്നെ വിഷലിപ്തമായ വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം, ഉദാസീനമായ ജീവിതശൈലി. അപ്പോൾ കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുന്ന ബീറ്റൈൻ എന്ന പദാർത്ഥം ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീറ്റൈന് വിഷലിപ്തമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങളുടെ കരളിനെ സംരക്ഷിക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് ഫ്ലോററ്റിൻ്റെ ഏറ്റവും നല്ല ഉറവിടം. സുഷ്മിന നാഡിയുമായി ബന്ധപ്പെട്ട ഒരു ജനിതക വൈകൃതമായ സ്പൈന ബിഫിഡ, പിന്നെ അനൈൻസെഫാലി എന്നിവ തടയാൻ സഹായിക്കുന്ന ഒരു ബി വിറ്റാമിനാണ് ഫോളേറ്റ്. അകാല പ്രസവം ഉണ്ടാകുന്നത് തടയുവാൻ ഇവ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബീട്രൂട്ട് ജ്യൂസ് ഫ്ലോററ്റിൻ്റെ ഏറ്റവും നല്ല ഉറവിടമാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഗർഭിണിയാകേണ്ട സമയമാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഫോളേറ്റ് ചേർക്കുന്നത് 600 mcg ശുപാർശ ചെയ്യുന്ന അളവ് ലഭിക്കുവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബീട്രൂട്ട് ഒരുപാട് നമ്മളെ സഹായിക്കും. നമുക്ക് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതൊരു 2011 നടന്ന ഒരു പഠനത്തിൻ്റെ ഭാഗമായി എലികളിൽ ബീട്രൂട്ട് ജ്യൂസ് പരീക്ഷിച്ചപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് കുറയാനും HDL കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ബീട്രൂട്ടിൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനുള്ള കഴിവ് അതിൽ അടങ്ങിയിട്ടുള്ള ഫോവനേറ്റ്സ് പോലെയുള്ള ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ മൂലമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയെല്ലാം ഗുണങ്ങളെല്ലാം ബീട്രൂട്ട് ജ്യൂസിലുണ്ട്. പക്ഷേ നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്രശ്നങ്ങളും ബീട്രൂട്ടിൽ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് ചിലർക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ബീട്രൂട്ട് കഴിച്ചാൽ നമ്മുടെ മൂത്രവും മലവും ചുവപ്പോ ഇളം പിങ്ക് നിറത്തിലോ ആയിത്തീരാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ബീറ്റൂറിയ എന്ന ഹാനികരമല്ലാത്ത അവസ്ഥയാണിത്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാതെ പെട്ടെന്ന് ഈ നിറവ്യത്യാസം കാണുന്നവർക്ക് ഇത് അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറഞ്ഞ രക്തസമ്മർദ്ദമാണെങ്കിൽ സ്ഥിരമായി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം വളരെയധികം കുറയുന്നതിന് കാരണമായേക്കും. അപ്പോൾ അതിനാൽ നമ്മളുടെ സമ്മർദ്ദം നമ്മൾ ശരിക്കും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാൽസ്യം ഓക്സലേറ്റ് മൂലം, ഇത് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപാട് പേര് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണിത്. അതായത് നമുക്ക് ഈ കാൽസ്യം ഓക്സലേറ്റ് മൂലം വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുവാൻ പാടുള്ളതല്ല. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൂത്രത്തിൽ കല്ല് വരുത്തുന്ന ഓക്സലേറ്റുകൾ ബീട്രൂട്ടിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ അത് വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുത്തുവാനും കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഇത്തരം അവസ്ഥയിൽ ഏറ്റവും നല്ലത് ഒഴിവാക്കുന്നത് തന്നെയാണ് പിന്നെ പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാലുള്ള ഗുണങ്ങളും അത് ചിലർക്ക് വരുത്തുന്ന ദോഷങ്ങളും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു ബീട്രൂട്ട് കുടിച്ചാൽ കിഡ്നി സ്റ്റോൺ വരും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി കൂടിയാണിത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.